എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാൻറ്റാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നല്ല ഭംഗിയാണ്, ചുരുക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിതുപോലെ കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 1 മീറ്റർ വേണം. ഇതിപ്പോൾ ഞാൻ 1.5 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് ഇലാസ്റ്റിക് എൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. അപ്പം ഞാൻ 18 വേസ്റ്റ് അരവണ്ണം എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുക്കുക. പിന്നെ സിസേഴ്സ് വേണം. പിന്നെ നമുക്ക് തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിടാം കേട്ടോ. ഇതുപോലെ 2ആയിട്ട് മടക്കിയിടാം. എന്നിട്ട് ഇതുപോലെ ഒരു അളവ് പാൻറ് എടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാൻറ് എടുക്കുക. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ 1.5 ഇഞ്ച് ഇറക്കിയിട്ട് വേണം നമുക്ക് അരഭാഗം, അതായത് മുകൾ ഭാഗത്ത് മടക്കി തയ്ക്കണം ഇലാസ്റ്റിക് വെച്ചിട്ട്. അപ്പോൾ 1.5 ഇഞ്ച് ഇറക്കിയിട്ട് വേണം പാൻറ് വയ്ക്കാനായിട്ട്. പിന്നെ താഴെ നമ്മളിതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അത്രയും നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. ഇത് നമ്മൾ റഫിൾസ് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ 7 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. അത് നമ്മൾ കുറച്ചിട്ടാണ് കേട്ടോ ഇത് അളവെടുത്ത് മാർക്ക് ചെയ്യണത്. അത് ശ്രദ്ധിക്കാം. പിന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. നമ്മൾ ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത് വരെ വരച്ചെടുത്താൽ മതി കേട്ടോ, മാർക്ക് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ആ സൈഡും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ താഴെ എന്താ പറയുക, ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക്, അല്ലെങ്കിൽ പാൻറ് ടൈറ്റ് ആയി പോവും. 1/2 ഇഞ്ച് കുറച്ച് നീക്കി 2 സൈഡിലും നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നല്ലോണം ലൂസ് വേണമെങ്കിൽ അതിനനുസരിച്ച് 1 ഇഞ്ച് ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് കോട്ടൺ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുകുമ്പോൾ അത് ചുരുങ്ങിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എക്സ്ട്രാ വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ താഴെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്തത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. നമ്മുടെ കയ്യിലൊരു അളവ് പാൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ അതും മടക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസായിട്ടാണ് കിട്ടുക. പിന്നെ ഞാൻ ഇതുപോലെ 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് റഫിൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 8 ഇഞ്ച്. നമ്മൾ 7 ഇഞ്ചാണ് അവിടെ കുറച്ചത്. 1 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് മടക്കി തയ്ക്കാനായിട്ട്. അങ്ങനെ 8 ഇഞ്ച്. പിന്നെ ഇത് 40 ഇഞ്ച് വിട്ട് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ലോണം ചുരുക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ മെഷീനിൽ നമ്മുടെ വലിയ കാണി ഇട്ടിട്ട് അതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഇത് രണ്ടും അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ മുകളിലായിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഈ ത്രെഡ്, നമ്മൾ താഴെ ഉള്ള ത്രെഡില്ലേ, അതൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ വലിക്കുക, നല്ലോണം വലിക്കുക. ഇത് വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടി പോരാതെ വലിച്ചു കൊടുക്കുക കേട്ടോ. പതുക്കെ പതുക്കെ ചെയ്താൽ മതി. ഇതുപോലെ മുഴുവനും ഇങ്ങനെ അറ്റം വരെ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലോണം ചുരുക്കിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര ചുരുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അത്ര ഞൊറികൾ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുക്കാം കേട്ടോ.
അതെടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് എടുക്കണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിച്ച് വശം നമ്മൾ മാറിപ്പോവാതെ നല്ല വശങ്ങൾ തന്നെ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ രണ്ടും മറ്റേതും കൂടി ചെയ്തെടുക്കാണ്ട്. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതും രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ ഭാഗം ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോകണം. ആ ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ രണ്ട് സൈഡും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവിടം തുടങ്ങി സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം. അതിനായിട്ട് ആദ്യം ഒന്ന് മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ടും അതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ടാണ്. ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഒരു മടക്കി കൊടുക്കുക. 1/4 ഇഞ്ചിൽ ഒന്ന് മടക്കിയിട്ട് മടക്ക് ഭാഗത്തൂടി ഈ അരികു ഭാഗത്തൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 3/4 ഇഞ്ച് വീതിയിലൊക്കെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂട്ടി പിടിച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുക. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഗ്യാപ്പ് ഇട്ടില്ലേ അവിടെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് മടങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ